ഹായ് നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി ആണ്. അതെന്ന് വെച്ചാൽ പുലാസാന്റെ തെയ്യാണത്. അടിപൊളി ബെഡ് ചെയ്ത പുലാസാന്റെ തെയ്യാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ അത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ റംബുട്ടാന്റെ മരമാണിത്. ഇത് ഒരു സീഡ് തൈ ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സീഡ് തൈയിൽ N18 പിന്നെ E35 കിങ്, അതിൽ കിങ് പോയി, E35ഉം N18 ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നാടൻ ആ തേയില ഒരു സ്റ്റെമ്പ് മേപ്പോട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് അതിന്മേൽ കമ്പ് നിർത്തിയിരുന്നു. അപ്പം അതല്ല, ഈ പ്രാവശ്യം ഇപ്പം ഈ മഴ തുടക്കത്തിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ ഞാൻ ഇത് അപ്രോച്ച് ചെയ്യുക. അത് പിടിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം അങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ സാധനം നമ്മൾ ഇതിൻ്റെ കവറ് ആ പ്ലാന്റ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്ക്, മഴയും കാറ്റുമല്ലേ, അപ്പോൾ ഒരു സേഫ്റ്റിക്ക് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, ഇത് ഒന്നങ്ങോട്ട് ചുറ്റി വെക്കണം നല്ലതാണ്. കാരണം മഴക്കാലമായതുകൊണ്ട് പറയാൻ പറ്റൂല. മഴക്കാലമായതുകൊണ്ട് പറയാൻ പറ്റൂല. ചിലപ്പം അതായ വീണ് പോവും. അപ്പോൾ അത് ഒന്ന് ചുറ്റി വെച്ചാൽ, ഒന്ന് ചുറ്റി വെക്കുക. ഒന്നാണ്ട് ചുറ്റി ടൈറ്റാക്കി വെക്കുക. ഓക്കെ, അത് ഇവിടെ ഒന്നങ്ങോട്ട് ടൈറ്റാക്കി അങ്ങോട്ട് വെക്കുക. ഓക്കെ, ഇതെന്തായി നല്ല സേഫ്റ്റിയിൽ അവിടെ നിൽക്കും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി എടുത്തുക. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇത് മാച്ചാക്കണം, ഇങ്ങനെ മാച്ചാക്കണം. മാച്ചാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പുലാസാൻ്റെ ആ ഒരു ഇലഞ്ഞിട്ട് ഒന്നുകൂടെ ഒഴിവാക്കി കൊടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ആദ്യം നോക്കുക എവിടെയാണ് ഇത് പെട്ടെന്ന് നല്ല സൂട്ടാവുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഈ പുലാസാൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നീളത്തിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ചെത്തി വെക്കുക, ഓവർ വേണ്ട. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എവിടേക്കാണ് ചെത്തി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ഈ റംബുട്ടാൻ്റെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ കാണിച്ചു. ഇപ്പോൾ റംബുട്ടാൻ്റെ ഇവിടെ നമ്മൾ തോല് ജസ്റ്റ് ഒന്നെടുത്തിട്ടുണ്ട്. അതുപോലെ പുലാസാൻ്റെ ഇവിടെയും പുലാസാൻ്റെ ഇവിടെയും നമ്മൾ തോലെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെയാണ് മാച്ചാക്കുക. ഓക്കെ, മാച്ചാക്കിയിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇത്ര നല്ല സേഫ്റ്റിയിൽ ഇരിക്കണം കേട്ടോ. അത് മസ്റ്റാണ്. കാറ്റും മഴയും നമുക്ക് ഒരു മുൻകൂറായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അത് വീഴാൻ പാടില്ല. ഇത്രയും സേഫ്റ്റിയിൽ കിട്ടും. ഇനി ഇത് കൂടുതൽ നീര് വറ്റുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ബാക്കി പരിപാടി. അപ്പം ഇനി നമ്മൾ ഈ ടാപ്പ് ഒന്ന് ചുറ്റുക. ഓക്കെ, ഇതാണ് ബെഡിങ് ടാപ്പ്, കനം കുറഞ്ഞ്. അപ്പോൾ ഇത് നമ്മൾ നേരക്ക് ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ഒന്നങ്ങോട്ട് ടാപ്പ് അടിക്കുക. ഒന്നങ്ങോട്ട് ടാപ്പ് ചുറ്റുക. ഓക്കെ, ഒന്നിങ്ങനെ ടാപ്പ് ചുറ്റണം. ഒന്നും കൂടെ ചുറ്റുക. എന്നിട്ട്
നമ്മൾ ശ്രദ്ധ എങ്ങനെയെങ്കിലും ആക്കി പോരുത്, ശ്രദ്ധയിൽ ചെയ്യണം. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പോയിട്ട് കാര്യമില്ല, അത് പിടിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ റംബുട്ടാൻ അപ്രോച്ച് ചെയ്യല്ല. അപ്പോൾ റംബുട്ടാൻ നമ്മൾ പിന്നെ പുലാസാൻ ചെയ്യണം. അപ്പോൾ അത് ഒരു വൃത്തി, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കണം. ഓക്കെ. ഇനി ഈ ബെഡിങ് ടാപ്പ്, ഇത് അതിൻ്റെ കനം കുറഞ്ഞ ബെഡിങ് ടാപ്പാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ മഴവെള്ളം കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു ടാപ്പ്. പക്ഷെ ഇതൊന്നും കൂടി എന്താ പറയുക, മറ്റേനേക്കായി ഉഷാറാണ് കേട്ടോ. കാരണം നല്ല വലിഞ്ഞ് കെടുക്കും ചെയ്യും, അവിടെ ഒട്ടി കെടുക്കും ചെയ്യും. ഓക്കെ. അങ്ങനെ ഇതൊന്നുകൊണ്ട് വലിച്ച് നീട്ടിയിട്ട് ഒന്ന് മേലെ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. കാരണം ഈ സീസണ് മഴക്കാലമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പിടിക്കും. ഉണങ്ങാനും വാടാനും ഉള്ളൊരു ഇത് കൊടുക്കുന്നില്ല. കാരണം കറക്റ്റ് ഇപ്പം നമ്മൾ ഇതിവിടെ പൊടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്തെടുത്താൽ ഇതിന് നമുക്ക് വേറെ തെയ്യായിട്ട് തന്നെ കൊണ്ടുപോകാം. ഈ കവറിലുള്ള പ്ലാന്റിന് നമുക്ക് വേറെ തെയ്യാവും ചെയ്യാം, ഇതിമ വളർത്തും ചെയ്യാം. ഈ മേലത്തെ കമ്പ് നമുക്ക് ഒഴിവാക്കി കൊടുക്കും വേണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇത് ചിറ്റട്ടെ. ഓക്കെ. അങ്ങനെ ചെയ്തതാണ് നമ്മൾ റംബുട്ടാനുകൾ ചെയ്യുന്നത്. ഓക്കെ. കൂടുതൽ ഇരിക്കലും മരം നമ്മളെ ചീത്താറ്. ഇപ്പം ഏതായാലും ഇങ്ങനെ എടുക്കട്ടെ. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റംബുട്ടാൻ്റെ ഈ കണ്ണികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇത് വലിച്ചെറിണ്ട് വളമാക്കുക. അപ്പോൾ ഈ റംബുട്ടാൻ്റെ ഈ ഒരു ഇവിടെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ മോതിരവള ഇട്ട് കൊടുക്കണമായിരിക്കും ഒന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ മേപ്പോട്ട് പോകാതെ തന്നെ നമ്മളിവിടെ ഒരു ചെടി വളരുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഭാവിയിൽ മുറിക്കാനുള്ളതാണ്. പക്ഷെ ഇത് ഞാൻ മുറിച്ച് കളയില്ല, അത് ഞാൻ അവിടെ ലെയർ ചെയ്യും. അവിടെ എന്തെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ അത് പൊതിഞ്ഞ് കെട്ടി വെക്കും. അതിലേക്ക് വേര് ഇറങ്ങിയതിന് ശേഷം അതിനെ ലെയർ ചെയ്ത് ആ ലെയർ വേരിറങ്ങി പിടിച്ചതിന് ശേഷം അടിയിൽ റൂട്ട് സ്റ്റോക്കും കൊടുത്ത് പിന്നെ അതിന്മേൽ നമ്മൾ ഇതുപോലെ അപ്രോച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇതുപോലെ മേലെ ഇതിനെ തോലൊന്നുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അവിടുന്ന് ഇത്രയും ഭാഗം നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഉണക്ക് ബാധിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഭാവിയിൽ ഇത് ഒഴിഞ്ഞു പോകും, മുറിച്ച് പോകും. എന്നതിന് ശേഷം ഇതിമ പിടിച്ച് ആയതിൻ്റെ ശേഷം നമ്മൾ ഈ കമ്പിൽ ഇതിനെ വളർത്തുക. ഇത് പിടിച്ചാലിട്ടാ എൻ്റെ ഒരു വിശ്വാസമുണ്ട് പിടിക്കുമെന്ന്. പിന്നെ നമ്മളിതൊക്കെ പിടിച്ച് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വെട്ട് കൊടുക്കുക. അത് മെല്ലെ അത് 3-4 പ്രാവശ്യമായിട്ട് വെട്ടി ഒഴിവാക്കി പൂർണ്ണമായിട്ട് എടുക്കണം. അപ്പോൾ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കണേക്കാൾ നല്ല ഏറ്റവും നല്ലതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റംബുട്ടാൻമേൽ പുലാസാന് ഉണ്ടാവുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ഓക്കെ. പരീക്ഷണം വിജയിച്ചാൽ ഈ ഫാമിലിപ്പെട്ട മറ്റ് ഇനങ്ങൾ നമുക്ക് ഇതുപോലെ അപ്രോച്ച് ചെയ്ത് നമ്മളെ വീട്ടുമുറ്റത്ത് നല്ല പയച്ചെടി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും.